നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ഗോമതിയോട് സിഐ പറഞ്ഞു, നിങ്ങൾ പോലീസ് സ്റ്റേഷനൊന്നും വരെ ഒന്ന് വരണം, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. എന്തിനാ മാഡം? ഞാൻ എന്തിനാ വരുന്നതെന്ന് ചോദിച്ചു. അതെ, നിങ്ങൾ മാത്രമല്ല വരേണ്ടത്, ഈ മിത്ര അൻസറി ആരാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, വരാന്ന് പറഞ്ഞു. ആ, നിങ്ങളും കൂടെ വരണം, നിങ്ങളുടെയൊക്കെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പരാതിയോ? എന്ത് പരാതി? അവർക്കൊന്നും മനസ്സിലായില്ല. നിങ്ങളെ ഗാർഹിക പീഡനത്തിന് എന്താണെങ്കിലും വിളിച്ചോണ്ട് പോയി ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഗാർഹിക പീഡനോ? ഗോമതിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ ഈ വീട്ടിലെടുത്ത് കഷ്ടപ്പെടുത്തി അവരെ പീഡിപ്പിച്ചെന്നുള്ള പരാതി. നിങ്ങളുടെ മരുമകൾ തന്നെ പരാതി വന്നിരിക്കുന്നത്. ഒരു നിമിഷം ഞെട്ടിപ്പോയി മിത്ര അനുസരിച്ച് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മാഡം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അതെ, അതൊക്കെ ഞങ്ങൾ ചോദിക്കേണ്ട പോലെ ചോദിച്ചാളാം. നിങ്ങളൊന്ന് വണ്ടിയെ കയറ. അതെ, അവൾമാരെ കൂടെ പിടിച്ചു കയറ്റാൻ പറഞ്ഞു. അങ്ങനെ മിത്രയുടെ അനുസരിയുടെ അടുത്തേക്ക് ഒരു കോൺസ്റ്റബിൾ ചെല്ലുന്ന സമയത്ത് ഗോമതി പെട്ടെന്ന് അവരെ തടഞ്ഞിട്ട് പറഞ്ഞു, അതെ, എന്റെ മക്കളുടെ ദേഹത്ത് തൊട്ടു പോയേക്കരുത്. എന്റെ മക്കളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആരും ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങളോട് അങ്ങോട്ട് മാറി നിൽക്കാനാ പറഞ്ഞേ. മര്യാദയ്ക്ക് പറയുന്ന അനുസരിക്കുക, വന്ന് വണ്ടിയിലേക്ക് കയറ്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അപ്പച്ചി എന്തിനാ വിഷമിക്കണേ? അതെ, പോലീസുകാർ നമ്മളെ തൂക്കിക്കൊല്ലാനൊന്നും കൊണ്ടുപോകുന്നൊന്നുമല്ലോ, കാര്യങ്ങൾ ചോദിച്ചറിയാനാ. നമുക്കിപ്പോ നമ്മൾ തെറ്റൊന്നും ചെയ്യാത്തിടത്തോളം കാലം പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു. ഗോമതിക്ക് എന്നാലും ടെൻഷൻ. ഗോമതി പറഞ്ഞു, മോളെ, അപ്പച്ചി വിഷമിക്കൊന്നും വേണ്ട, വരാൻ പറഞ്ഞു. മിത്രയ്ക്ക് കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നു. കാരണം മിത്രയ്ക്ക് അറിയാം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്താണല്ലോ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അതേ സമയത്ത് ദേവമംഗലത്ത് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നതും അകത്തേക്ക് സിഐ കയറി പോകുന്നതൊക്കെ രാജശ്രീ അവിടെ കൃഷ്ണമംഗലത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അകത്തേക്ക് പോയി ഇന്ദിരാമ്മയോടൊക്കെ പറഞ്ഞു. അവര് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഗോമതിയെ മിത്ര അനുവിനെയൊക്കെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതാണ്. എന്താ ഏതാ സംഭവം എന്നൊന്നും അവർക്കും മനസ്സിലായില്ല. അപ്പോഴേക്കും ഗോമതിയൊക്കെ ജീപ്പിലേക്ക് കയറ്റി ജീപ്പ് അങ്ങോട്ട് പാഞ്ഞു പോയി. ഇതെന്ത് സംഭവം? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മിക്കവാറും ദേ ആ ശ്രീദേവിയുടെ വീട്ടുകാർ വല്ല പരാതിയും കൊടുത്തു കാണും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇന്ദിരാമ്മയ്ക്ക് സഹിച്ചില്ല. എന്റെ ഭഗവാനെ, എന്റെ മോളെ എന്തിനാണോ ഇത് പിടിച്ചോണ്ട് പോയിരിക്കുന്നത്? അതുപോലെ തന്നെ നന്ദിതയ്ക്കും. കാരണം മിത്രയും കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അനന്തനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. അനന്തൻ പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് SIയും കൂട്ടരും കൂടെ നേരെ ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്നു. അപ്പൊ CI ആണ് ദേവമംഗലത്ത് വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. SIയും കൂട്ടരും കൂടെ നേരെ ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്നു. അപ്പൊ ബാലനും ആനന്ദും ഒക്കെ കടയിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാമേടൻ ചോദിച്ചു, എന്താ മേഡം, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എന്തെങ്കിലും സാധനം വാങ്ങുമെന്നാണെന്ന് അറിയില്ല. അതെ, ഈ ബാലൻ ആരാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഞാനാ മാഡെന്നും പറഞ്ഞ് അങ്ങോട്ട് വന്നു. അല്ല, നിങ്ങളുടെ ഒരു മകനുണ്ടല്ലോ ആനന്ദ്. അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ട് വന്നു. ഓ, അപ്പം നീയാണല്ലേ ആളല്ലേ എന്ന് ചോദിച്ചു. എന്താ മാഡം, എന്താ കാര്യം എന്താ? ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ വീട്ടിലിട്ട് പീഡിപ്പിച്ചിട്ട് അങ്ങനെ സുഖിച്ച് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു അല്ലേടാന്ന് ചോദിച്ചു. പീഡിപ്പിച്ചെന്നോ? എന്താണെങ്കിലും അച്ഛനും മോനും കൂടെ വന്ന് വണ്ടിയിലേക്ക് കയറ്, ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു. അപ്പോഴേക്ക് രാമേട്ടൻ പറഞ്ഞു, അയ്യോ മാഡം, ഇവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ പറ. കാര്യമൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞോളാം. നാണം ഉണ്ടോടോ പെൺകുട്ടികളെ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ വീട്ടിലിട്ട് പീഡിപ്പിക്കാനായിട്ട്? കൂട്ടത്തോടെ ആയിരുന്നല്ലോ എല്ലാരും കൂടെ, അപ്പനും മകനും പിന്നെ എല്ലാരും കൂടെ ചേർന്ന് ആ പാവം പിടിച്ച പെൺകുട്ടിയെ വീട്ടിലിട്ട് കൊല്ലാക്കൊല ചെയ്യിച്ചിട്ട് തിന്നു കുടിച്ച് നീയൊക്കെ ഇരിക്കുവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചീത്ത വാക്കുകളൊക്കെ SI പറയണം. അത് കേട്ടതും ആനന്ദിനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കേരള പോയി ജീപ്പിലേക്ക് കയറാൻ പറഞ്ഞു. രാമേട്ടനാണ് കൈകൂപ്പുന്നിടപ്പ്. ബാലൻ പറഞ്ഞു, രാമേട്ട വേണ്ട, എന്താന്ന് അറിയട്ടെ, ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞു. ബാല വേണ്ടാന്ന് പറഞ്ഞില്ലേ, കടം നോയിക്കോണെന്ന് പറഞ്ഞു ബാലന്. അങ്ങനെ പോയി ജീപ്പിലേക്ക് അങ്ങോട്ട് കയറി. രാമേട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്ത ടെൻഷനായി പോയി. ആകാശിനെ ആനന്ദിനെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. പെട്ടെന്ന് രാമേട്ടന് ആര്യനെ വിളിക്കുകയാണ്. ആര്യനെ വിളിച്ച് കാര്യം പറയണം. ആര്യ ഇങ്ങനെ കടയിൽ വന്നിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആര്യനും വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി. ആര്യനും ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നല്ലോ അത്, ഇങ്ങനൊരു കാര്യം. മീനാക്ഷി ആണെങ്കിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും മീനാക്ഷിയുടെ പേര് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പോലീസ് സ്റ്റേഷന് മുറ്റത്തേക്ക് ഗോമതിയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് ജീപ്പ് വന്നിരുന്നു. അങ്ങനെ ഗോമതിയോടൊക്കെ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി.
അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയോടൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി CI. നിങ്ങളുടെ മരുമകളായിരുന്നോ ശ്രീദേവി എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ ശ്രീധനത്തിന്റെ പേരിലാണോ ആ പെങ്കുച്ചിനെ വീട്ടിലോട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്? ശ്രീധനത്തിന്റെ പേരിലോ? ഒരിക്കലും ഇല്ല മാടെന്ന് പറഞ്ഞു. സത്യം പറയണം, ആ പെൺകുട്ടി ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പരാതിയോ? അപ്പൊ ഗോമതിക്ക് എന്താണെങ്കിലും ശ്രീദേവി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്നായിരുന്നു മനസ്സിലെ മോഹം. അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. ആനന്ദുമായിട്ടുള്ള പ്രശ്നം അവസാനിപ്പിക്കണം. അല്ലാതെ ഡിവോഴ്സ് ഒന്നും ആനന്ദുമായിട്ട് ഒരിക്കലും നടക്കില്ല എന്ന് ഗോമതി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വൈതരണി വരുന്നത്. അതും ശ്രീകലയുടെ പൊട്ട ബുദ്ധിക്ക്. ശ്രീകലയാണെങ്കിൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ ഒന്ന് എറിഞ്ഞു നോക്കിയതാ. പക്ഷെ പണി വാളിപ്പോയി. എന്താണെങ്കിലും ഗോമതിയൊക്കെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഗോമതിയും ഇത്ര അനുസരിക്കുള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയണം. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. പരാതി ഒരു കാര്യം ചെയ്യുക, അവളെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്, ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് അവള് പറയട്ടെ എന്ന് പറഞ്ഞു. CI പറഞ്ഞു, അവരാണ് പരാതി തന്നെ മാഡം, ഒരിക്കലും അത് സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലനെ, ആനന്ദിനെ, ആകാശിനെയൊക്കെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. അവരെയും കൂടെ ചോദ്യം ചെയ്യണം. നിർത്തി ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. കുറെ ചോദ്യങ്ങളായിരുന്നു. കാരണം പരാതിയിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. ഒടുവില് ബാലനും ഒക്കെ ഉള്ള സത്യങ്ങളെല്ലാം തുറന്നു പറയണം. ആ സമയത്ത് മീനാക്ഷി ആര്യം വിളിച്ചു കാര്യങ്ങൾ പറയുമ്പോഴത്തേനും മീനാക്ഷി ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ മീനാക്ഷി ഓഫീസിൽ നിന്ന് ഇറങ്ങുവാണ്. മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ എന്തിനായിരിക്കും ഇങ്ങനെ ശ്രീദേവി ചേച്ചി ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നീട് ശ്രീദേവിയെ വിളിക്കുകയാണ്. ശ്രീദേവിയെ വിളിച്ചിട്ട് മീനാക്ഷി കാര്യങ്ങൾ തിരക്കുവാണ്. അപ്പൊ ഇതായിരുന്നില്ല ശ്രീദേവി ചേച്ചിയുടെ മനസ്സിലിരിപ്പ്. അതിന് മാത്രം എന്ത് തെറ്റാ അമ്മ ഞങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോ ശ്രീദേവി അന്തം വിട്ടുപോയി. ശ്രീദേവിക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും മീനാക്ഷി കാര്യം പറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, മീനു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും ചെയ്താണെന്ന് എനിക്ക് അറിയില്ല. അല്ല, ശ്രീദേവി ഇച്ചിരി പരാതിയുടെ അടിസ്ഥാനത്തിലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, എന്ത് വേണം ഞാൻ ചെയ്യാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മീനു. വേണമെങ്കിൽ ഞാൻ അവിടെ വന്ന് പറയാം അവരോട് എന്നൊക്കെ പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, എന്താണെങ്കിലും ഇത് വലിയ ചതി തന്നെയായി പോയെന്ന് പറഞ്ഞു. അങ്ങനെ മീനാക്ഷി കോള് കട്ട് ചെയ്തു. ശ്രീദേവിക്കാണെ സഹിക്കാൻ പറ്റിയില്ല. ശ്രീദേവി നേരെ ഉദയഭാനുവിന്റെ ശ്രീയുടെ അടുത്തേക്ക് വന്നു. സത്യം പറ, നിങ്ങൾ മുമ്പ് എവിടേക്കാ പോയെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഒരാളെ കാണാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ജീവിതം കൊണ്ട് വീണ്ടും നശിപ്പിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തില്ലേ ദേവമംഗലംകാർക്കെതിരെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ മോളെ, ദേ അച്ഛനും അമ്മയായി പോയി. അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ, നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ പരാതി കൊടുത്തിരിക്കുന്നേ? അപ്പോഴേക്ക് ശ്രീല പറഞ്ഞു, മോളെ, നിന്നെ ആ വീട്ടിലേക്ക് വീണ്ടും തിരികെ കേട്ടണ്ടേ? നീയല്ലേ പറഞ്ഞ ആനന്ദില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസുകാരെ അവരെ വിളിച്ച് ചോദ്യം ചെയ്യും. അല്ലാതെ തല്ലിക്കൊല്ലാനൊന്നും പോകുന്നൊന്നുമില്ല. ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് തോന്നും നീയുമായിട്ടൊരു കോംപ്രമൈസ് മതിയെന്ന്. അപ്പൊ അവര് നിന്നെ വിളിക്കും. ആനന്ദിന്റെ കൂടെ ജീവിക്കാനായിട്ട് നിന്നെ പറഞ്ഞു വിടും. അതിന് വേണ്ടിയിട്ടാ. ഇതേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെയല്ല സംഭവിക്കുന്നെങ്കിലുണ്ടല്ലോ, നിങ്ങൾ പരാതി കൊടുത്ത് ഒട്ടും ശരിയായില്ല. എന്താണെങ്കിലും എനിക്ക് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോളെ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് നിന്റെ അച്ഛനും അമ്മയും അകത്താവെന്ന് പറഞ്ഞു. അകത്താവട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അവരെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിന്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ സ്വന്തം അച്ഛനെ അമ്മേനെ എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. എനിക്ക് നിങ്ങളെക്കാളും വലുതിപ്പോ ദേവമംഗലംകാരാ. നിങ്ങൾ ചെയ്ത ചതിയുടെ ബലമാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചതിയും ചെയ്തിട്ട് വീണ്ടും അവർക്കെതിരെ പരാതി കൊടുക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീദേവി കടന്ന് താണ്ടാവാടുവാണ്. എന്താണല്ലോ ഒരു കാര്യം ഉറപ്പായി, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളൂന്ന്. ഇനി ശ്രീദേവിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലിരിക്കും കാര്യങ്ങളൊക്കെ. ശ്രീദേവി ഉറപ്പായിട്ടും ദേവമംഗലംകാർക്ക് സപ്പോർട്ടായിട്ടോ കാര്യങ്ങൾ പറയുള്ളൂ. കാരണം ശ്രീദേവിക്ക് അറിയാം ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദയഭാനുവിന് ശ്രീകലയ്ക്കും പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. എന്താണെങ്കിലും ഒരു ഒടുവില് വാദി പ്രതിയാവാൻ പോകുന്നുണ്ട്. അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.